എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വെള്ളരിക്കയും പച്ചമാങ്ങയും കൊണ്ട് ചോറിന് കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ്. ഇതിൽ നമ്മൾ പരിപ്പ് ഉപയോഗിക്കണില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ കൂട്ടാനൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഉണ്ടാക്കാനായി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളരിക്കയും അതുപോലെ തന്നെ 1 കപ്പ് പച്ചമാങ്ങയും ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച് വൃത്തിയായിട്ട് കഴുകിയെടുത്ത ശേഷം ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ അതിലേക്ക് 3 പച്ചമുളക് ഒന്ന് കീറിയിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷമാണ് ഞാൻ സ്റ്റൗവിലേക്ക് വെക്കാൻ പോണേ കേട്ടോ. അപ്പോൾ അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ പെട്ടെന്നാവും. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കൊരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. കൂടെ 2 പച്ചമുളകും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തോ നോക്കാം. അപ്പോൾ ഈ വെള്ളരിക്കയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുമ്പളങ്ങ ഇടാം കേട്ടോ. ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാൽ മതി. അപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ പച്ചക്കറികൾ നന്നായിട്ട് വേവിച്ചാൽ മാത്രമേ അതിൻ്റേതായിട്ടുള്ള സ്വാദ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ്. കൂടെ തന്നെ മിക്സി ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഈ കൂട്ടാനിൽ ഞാൻ മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് നല്ല ലൂസായിട്ടുള്ള ഒരു കൂട്ടാനല്ല, ചെറുതായിട്ടൊരു കട്ടിയായിട്ടുള്ള ഒരു കൂട്ടാനാണ്. അതാണ് ഈ ഒരു കറിയുടെ സ്വാദും. അപ്പോൾ ഇനി അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാവും കേട്ടോ. ഇനി ഇത് വാങ്ങി വെച്ച ശേഷം നമുക്കൊരു താളിപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അടുത്തത് ഞാനിവിടെ ചെറിയുള്ളിയാണ് ചേർക്കണത്. ഇത് 5 വലിയ ചെറിയുള്ളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ചെറിയുള്ളിയാണോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ ചേർക്കാം കേട്ടോ. കൂടെ തന്നെ 3-4 കപ്പലമുളകും പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ നമ്മുടെ ചാനലിൽ കുറേ കൂട്ടാൻ്റെ റെസിപ്പീസ് ഇട്ടുണ്ട് കേട്ടോ. പ്ലേലിസ്റ്റിൽ ഒഴിച്ചുകറിയെന്നോ അല്ലെങ്കിൽ കൂട്ടാൻ എന്നൊക്കെ കാണും. അപ്പോൾ അത് പോയി നോക്കുക. നിങ്ങൾക്ക് കുറേ റെസിപ്പീസ് സിമ്പിളായിട്ടുള്ളത് കിട്ടും കേട്ടോ. കാരണം നമ്മൾ പരിപ്പും തേങ്ങയും കൂടെ ചേർത്തത്, അതുപോലെ തന്നെ തേങ്ങ മാത്രമായിട്ടുള്ളത്, പരിപ്പ് മാത്രമായിട്ടുള്ളത്, അങ്ങനെ പല തരത്തിലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുക, അതുപോലെ ഉണ്ടാക്കി നോക്കുക. ഈ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള കറികൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോനായിട്ട് കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.